ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ പ്രസന്റഡ് ദ യൂണിയൻ ബഡ്ജറ്റ് 2025? ആരാണ് യൂണിയൻ ബഡ്ജറ്റ് 2025 പ്രസന്റ് ചെയ്തത്? നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഓപ്ഷൻസ് നോക്കാം. പീയൂഷ് ഗോയൽ, നിർമ്മല സീതാരാമൻ, അരുൺ ജെയ്റ്റ്ലി, രജ്നാഥ് സിംഗ്. ആൻസർ ഏതാണ്? യൂണിയൻ ബഡ്ജറ്റ് 2025 പ്രസന്റ് ചെയ്തത്. നമുക്കറിയാം ഫിനാൻഷ്യൽ മിനിസ്ട്രി ആണ് യൂണിയൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വരെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ ആണ് ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത്. ഓക്കെ, ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെക്ടർ റിസീവ്ഡ് സിഗ്നിഫിക്കന്റ് ഫണ്ടിംഗ് for infrastructure development in the union budget 2025? ഏത് സെക്ടർ ആണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂണിയൻ ബഡ്ജറ്റിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഫണ്ടിങ് റിസീവ് ചെയ്തത്? ഓപ്ഷൻസ് നോക്കാം. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, റെയിൽവേസ് ആൻഡ് ഹൈവേസ്, ഡിഫൻസ്. ഓക്കെ, ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. റെയിൽവേസ് ആൻഡ് ഹൈവേസ് ആണ്. അപ്പൊ റെയിൽവേസ് ആൻഡ് ഹൈവേസ് ആണ് ഒരു സിഗ്നിഫിക്കന്റ് ഫണ്ടിങ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള ഒരു സെക്ടർ ഈ വർഷത്തെ നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. What key initiative aims to improve agricultural productivity in the union budget 2025? അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ ഇനീഷ്യേറ്റീവ് എന്തായിരുന്നു യൂണിയൻ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കാം. പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധി, നാഷണൽ മിഷൻ ഓൺ ഹൈ yielding സീഡ്സ്, സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം ആൻഡ് ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ്. അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള എടുത്ത ഒരു ഇനിഷ്യേറ്റീവ് എന്തായിരുന്നു? ആൻസർ നോക്കാം. നാഷണൽ മിഷൻ ഓൺ ഹൈ yielding സീഡ്സ്. ഓക്കെ, സീഡ്സിന്റെ കാര്യം നമ്മൾ തിയറിയിൽ പറഞ്ഞു പോയതായിരുന്നു അല്ലെ. നാഷണൽ മിഷൻ ഓൺ ഹൈ yielding സീഡ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്കീമുകൾ വന്നുവെങ്കിലും കീ ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതാണ് ഈ വർഷം? നാഷണൽ മിഷൻ ഓൺ ഹൈ yielding സീഡ്സ്. നല്ല yielding ആയിട്ടുള്ള വിത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള വിത്ത് പ്രൊവൈഡ് ചെയ്യുക, ഫാമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക, അത് കൊമേഴ്ഷ്യൽ ആയിട്ട് അവൈലബിൾ ആക്കുക എന്നുള്ള ഒരു എയിമോടെ വന്നതാണ് നാഷണൽ മിഷൻ ഓൺ ഹൈ yielding സീഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What initiative was announced? B എന്നുള്ളത് ആൻസർ വന്നിട്ടുണ്ട്. What initiative was announced to support first time women entrepreneurs in Union Budget 2025? ഫസ്റ്റ് ടൈം വുമൺ എന്റർപ്രണേഴ്സിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് എന്തായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് അപ് ടു 1 crore, ടേം ലോൺസ് ഓഫ് അപ് ടു 2 crore, ഗ്രാൻഡ്സ് ഫോർ വുമൺ ലെൻഡ് സ്റ്റാർട്ടപ്സ്, ടാക്സ് റിബേറ്റ്സ് ഫോർ വുമൺ എന്റർപ്രണേഴ്സ്. ഇതിന് ആൻസർ വരുന്നത് ബി ആണ്. ടേം ലോൺസ് ഏകദേശം 2 കോടി വരെ ഉള്ള ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ടൈം വുമൺ എന്റർപ്രണേഴ്സിന് വേണ്ടിയിട്ട് ഈ വർഷം പറയുന്ന ഇനിഷ്യേറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മേജർ ടാക്സ് റിഫോം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ യൂണിയൻ ബഡ്ജറ്റ് 2025 റിഗാർഡിംഗ് ഇൻകം ടാക്സ് സ്ലാബ്സ്? ഇൻകം ടാക്സ് സ്ലാബ്സിനെ പറ്റിയിട്ടുള്ള പുതിയ മേജർ ടാക്സ് റിഫോം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഇൻക്രീസ്ഡ് ടാക്സ് റേറ്റ്സ് ഫോർ ഹയർ ഇൻകം ഗ്രൂപ്സ്, zero income tax for annual incomes up to 12 lakh under the new tax regime, introduction of a wealth tax and higher exemptions for senior citizens. Okay, അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണെന്ന് നോക്കാം. ആൻസർ സീറോ ഇൻകം ടാക്സ് ഫോർ ആനുവൽ ഇൻകംസ് അപ് ടു 12 lakh അണ്ടർ ദ ന്യൂ ടാക്സ് റെജീം ആണ് കേട്ടോ. മേജർ ടാക്സ് റിഫോം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ യൂണിയൻ ബഡ്ജറ്റ് റിഗാർഡിംഗ് ഇൻകം ടാക്സ് സ്ലാബ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the fiscal deficit target set by government administration for 2025 to 26? Fiscal deficit target set ചെയ്തിരിക്കുന്നത് എത്രയാണ് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ ഫോർ 25-26? പെർസെന്റേജ് ഓഫ് GDP യിലാണ് ഓപ്ഷൻ വരുന്നത്. 3.6%, 4%, 4.4% ആൻഡ് 5.2%. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം.
3.6% of GDP ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫിസൽ ഡെഫിസിറ്റ് ടാർജറ്റ് സെറ്റ് ബൈ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the 2025 Union Budget introduced exemption from Basic Customs Duty or BCD4. Okay, നമുക്ക് ഓപ്ഷൻ നോക്കാം. Platinum findings, cancer drugs, motorcycles with engine capacity less or equal to 1600 cc and all of the above. BCD exemptions, all of the above ആണ് ആൻസർ. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള 3 ഐറ്റംസ് ആണ് പ്ലാറ്റിനം ഫൈൻഡിങ്സ്, ക്യാൻസർ ഡ്രഗ്സ്, മോട്ടോർ സൈക്കിൾസ് വിത്ത് എഞ്ചിൻ കപ്പാസിറ്റി ലെസ് ഓർ ഈക്വൽ ടു 1600 cc. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in the 2025 Union Budget, the middle class taxpayers acquired tax exemptions through the new tax slabs with a specified threshold limit. മിഡിൽ ക്ലാസ് ടാക്സ് പേയേഴ്സിന് ഒരു ടാക്സ് അസംഷൻ കിട്ടിയിട്ടുണ്ട് ത്രൂ ന്യൂ ടാക്സ് സ്ലാബ്സ്. അതിന്റെ ഒരു ത്രഷോൾഡ് ലിമിറ്റ് പറയുന്നുണ്ട്. അതേതാണ്? നമ്മൾ പറഞ്ഞു ഇൻകം, 2 ഇൻകം പറഞ്ഞായിരുന്നു അല്ലെ, മന്ത്ലി ആൻഡ് സാലറീഡിന്റെ ഒക്കെ കാര്യം വെച്ചിട്ട്. ഓപ്ഷൻസ് നോക്കുക. 1 lakh rupees, 1 lakh monthly income, rupees 12 lakh annual income, rupees 15 lakh annual income and rupees 18 lakh annual income. Okay, answer നമുക്ക് നോക്കാം. rupees 12 lakh annual income ആണ് ആൻസർ. rupees 12 lakh annual income ആണ് മിഡിൽ ക്ലാസ് ടാക്സ് പേയേഴ്സിന്, സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ. അപ്പൊ അതിന്റെ എക്സ്ട്രാ ഒരു കാര്യം പറയുന്നത് 12.7 lakh, 75 lakh. Next, the budget for the MSME sector in 2025 Union Budget witnessed growth through additional funding directed at all 3 of the following sectors. MSME sectoril witness ചെയ്തിട്ടുള്ള അതായത് ഗ്രോത്ത് വിറ്റ്നസ് ചെയ്തിട്ടുള്ള അഡീഷണൽ ഫണ്ടിങ് ആയിട്ടുള്ള all other 3 following sectors ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. Tourism, manufacturing, export development and all of the above. Additional funding for MSME. Answer വരുന്ന all of the above ആണ്. Tourism, manufacturing and export development. 3 ഫണ്ടുകൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എക്സംഷൻ on which item has the government implemented as part of export promotion measures according to the 2025 budget? ഓപ്ഷൻസ് നോക്കാം. വെറ്റ് ബ്ലൂ ലെതർ, cancer treatment drugs, fish paste, handicraft export and all of the above. Basic customs duty exemption on which item? Answer all of the above ആണ് കേട്ടോ. എല്ലാം ഉണ്ട്, എല്ലാത്തിനും ബേസിക് കസ്റ്റം ഡ്യൂട്ടി എക്സംഷൻ പറയുന്നുണ്ട് as a part of export promotion measures. Next question, what measures has the government funded with 1 lakh rupees 1 lakh crore through 2025 Union Budget? 1 lakh rupees അത്രയും crore റുപ്പീസ് എന്ത് ഫണ്ടിന് വേണ്ടിയിട്ടാണ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. റൂറൽ ഹെൽത്ത് പ്രോഗ്രാംസ്, അർബൻ ചാലഞ്ച് ഫണ്ട്, നാഷണൽ മാനുഫാക്ചറിംഗ് മിഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇതിൽ 4 എണ്ണത്തിന്റെ ഫണ്ടിങ് അറിഞ്ഞെങ്കിലേ കറക്റ്റ് ആയിട്ട് ഏതിനാണ് rupees 1 lakh crore ഫണ്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഒരു സാധനം മാത്രം നമ്മൾ പഠിച്ചിട്ട് പോയാൽ മതിയോ? പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ യൂണിയൻ ബഡ്ജറ്റ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫുൾ പഠിക്കുക. അതിന്റെ ഫണ്ട് കാര്യങ്ങൾ ഏകദേശം എത്രയാണെന്നെങ്കിലും ഓരോ സെക്ടറിനും പഠിച്ചിരിക്കുക, ഓരോ സ്കീമിനും എത്രയാണെന്നും പഠിച്ചു വയ്ക്കുക കേട്ടോ. ആൻസർ വരുന്നത് അർബൻ ചാലഞ്ച് ഫണ്ടിനാണ്. അർബൻ ചാലഞ്ച് ഫണ്ടിനാണ് ഏകദേശം rupees 1 lakh crore കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതൽ ഇപ്പൊ PSC വരുന്നത് അല്ലെ. Several accurate statements exist about National Centers for Excellence in Artificial Intelligence launched through 2025 budget. അപ്പോൾ നാഷണൽ സെന്റേഴ്സ് ഫോർ എക്സലൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയിട്ടുള്ള സെന്റൻസ് ആണ്. ഓക്കെ, അപ്പം ഇതില് അക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളത്, അതായത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫസ്റ്റ്, ഡെവലപ്പിംഗ് functional expertise stands as the main goal behind this specific initiative in artificial intelligence. The government proposes to use rupees 500 crore as funding for creating these centers. The establishment of these centers is restricted to the best private educational institutions. The correct answer regarding the fiscal deficit target in 2025's union budget can be found below.
അപ്പോൾ ഇതിപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ല കേട്ടോ, ഇത് മൂന്നുമാണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഏതാണ് ആൻസർ? ഇതിന്റെ അക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ 1 and 2 ആണ്. 1 and 2 ആണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദീസ് സെന്റേഴ്സ് ആർ റെസ്ട്രിക്റ്റഡ് ടു ബെസ്റ്റ് പ്രൈവറ്റ്. ഇത് മാത്രം തെറ്റാണ്, ബാക്കി രണ്ടും കറക്റ്റ് ആണ്.